മൂകാംബിക അമ്മയുടെ മഹിമ എന്നത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. കുടജാദ്രി മലനിരകളുടെ മടിത്തട്ടിൽ സൗപർണികാ നദിയുടെ തീരത്ത് പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മൂകാംബിക ദേവി ക്ഷേത്രം. ആ ഒരു അമ്പലത്തിലേക്ക് ഒരു യുവാവ് പോകുവാൻ തീരുമാനിക്കുകയും അവൻ്റെ മനസ്സ് നിറയെ ഒരുപാട് വിഷമങ്ങളുമായി, കുടുംബ പ്രശ്നങ്ങളുമായി, ജോലിയില്ലാത്ത ആശങ്ക എല്ലാമായി അവൻ വളരെ ക്ഷീണിതനായിരുന്നു. ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവൻ കണ്ടത് ആയിരക്കണക്കിന് ഭക്തരുടെ, അശരണരുടെ അഭയ കേന്ദ്രമാണ് മൂകാംബിക എന്നത് അവൻ മനസ്സിലാക്കി. ഓരോരുത്തരും അവരുടെ ദുഃഖങ്ങൾ, അവരുടെ പ്രതീക്ഷകളും അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. യുവാവും അമ്മയുടെ സന്നിധിയിലെത്തി കണ്ണടച്ച് പ്രാർത്ഥന മാത്രം ചെയ്തു. അമ്മയെ, എനിക്ക് സമ്പത്തോ പ്രശസ്തിയോ വേണ്ട, ശരിയായ മാർഗം നീ നൽകൂ. എനിക്ക് ശരിയായ മാർഗം കാണിച്ചു നൽകണമേ. ക്ഷേത്രത്തിൽ ദീപാരാധന ആരംഭിക്കുകയും മണിനാഥം മുഴങ്ങുകയും ആ നിമിഷം അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭയവും ഭാരവും പതുക്കെ അകലുന്നത് പോലെ അവന് തോന്നുകയും ചെയ്തു. ആ സമയത്താണ് ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് അവൻ സൗപർണികാ നദിയുടെ കരയിൽ കുറച്ചു നേരം ഇരുന്നു. അവിടെ ഒരു വയോധികൻ വന്നിട്ട് അവനോട് പറയുകയാണ്, മകനെ, ഈ ഒരു ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാവരും അത്ഭുതങ്ങൾ കാണാൻ വരാറുണ്ട്. പക്ഷേ അമ്മ ആദ്യം നൽകുന്നത് അത്ഭുതമല്ല, മനസ്സമാധാനമാണ്. മനസ്സമാധാനമുള്ളവനെ അതൊരു അത്ഭുതമായി തോന്നുകയുള്ളൂ. മനസ്സ് ശാന്തമായാൽ ജീവിതത്തിൽ വഴികൾ സ്വയം തുറക്കും. ആ വാക്കുകൾ ആ ഒരു യുവാവിന് ഹൃദയത്തിൽ പതിഞ്ഞു. വീട്ടിലേക്ക് മടങ്ങിയ ശേഷം അവൻ ദിവസവും മൂകാംബിക അമ്മയുടെ നാമം ജപിക്കാൻ തുടങ്ങി. ആത്മവിശ്വാസം വീണ്ടെടുക്കുകയും പുതിയ ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഒരു നല്ല ജോലി അവന് ലഭിക്കുകയും ചെയ്തു. കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒന്നൊന്നായി പതിയെ പരിഹരിക്കപ്പെട്ടു. ഒരു വർഷത്തിന് ശേഷം അതേ ദിവസം അവൻ വീണ്ടും മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുകയാണ്. ഇത്തവണ അവൻ്റെ കണ്ണുകളിൽ കണ്ണീരുണ്ടായിരുന്നു. പക്ഷേ അത് ദുഃഖത്തിൻ്റെ കണ്ണീരല്ല, നന്ദിയുടെ കണ്ണീരായിരുന്നു. മൂകാംബിക അമ്മ, അതായത് ജഗദീശ്വരിയായിട്ടുള്ള അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായികയായിട്ടുള്ള മൂകാംബിക അമ്മയുടെ തിരുമുന്നിൽ തല കുനിച്ച് അവൻ അമ്മയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, അമ്മേ, ഞാൻ നിന്നോട് ചോദിച്ചതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് നീ എനിക്ക് നൽകിയത്. നീ എൻ്റെ ജീവിതം മാറ്റിമറിക്കുകയാണ് ചെയ്തത്. ആദ്യം മാറ്റിയത് എൻ്റെ മനസ്സാണ്. മൂകാംബിക അമ്മയുടെ മഹിമ അത്ഭുതങ്ങൾ മാത്രം നൽകുന്നതല്ല എന്ന് എന്നെ മനസ്സിലാക്കി. തകർന്ന മനസ്സിന് ധൈര്യം നൽകി. ഇരുണ്ട ജീവിതത്തിന് പ്രത്യാശയും സമാധാനവും ശരിയായ വഴിയും നൽകി. ശരിയായ ദിശാബോധവും നൽകി. തൻ്റെ ഭക്തരെ എന്നും കാത്തു രക്ഷിക്കുന്നവളാണ് കൊല്ലൂർ മൂകാംബിക. അത് മാത്രമാണ് ശരിയായ മാർഗവും ശരിയായ ഭക്തി. ഓം ഐ ഹ്രീം ശ്രീ മൂകാംബികായേ നമഃ. അമ്മയുടെ അനുഗ്രഹം അമ്മയുടെ പ്രിയ ഭക്തരായിട്ടുള്ള എല്ലാവർക്കും ഇന്നും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ശ്രീ മൂകാംബിക അമ്മേ ശരണം പ്രഭു.